പ്രഭാതത്തിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രവചന സന്ദേശം നൽകി. അത് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ, ജീവിതത്തിൽ നഷ്ടപ്പെട്ട നന്മകളെ പൂർണ്ണമായും കർത്താവ് തിരികെ മടക്കി നൽകും. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-25 നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ഐ വിൽ റീസ്റ്റോർ ദ ഇയേഴ്സ് ദ ലോക്കസ്റ്റ് ഹാവ് ഈറ്റൻ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ, നന്മകളെ ഞാൻ തിരികെ മടക്കി നൽകും. POC ബൈബിളിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തി അടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സോ ഗെറ്റ് റെഡി. ദൈവത്തിൻ്റെ ഈ പ്രവചന സന്ദേശം അനേക നന്മകളെ നൽകി ദൈവം ഈ നാളുകൾ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ചിലപ്പം മാർച്ച് മാസവും ഏപ്രിൽ മാസവും ഒക്കെ സ്ട്രെസ്ഫുള്ളായൊരു മാസമായിരുന്നായിരിക്കും. എൻ്റെ ജീവിതത്തിൽ മാർച്ച് മാസം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, എൻ്റെ തൊഴിലിൽ, അതുപോലെ തന്നെ കുറേ മേഖലകളിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നൊരു മാസമായിരുന്നു മാർച്ച് മാസം തുടക്കം. ഒരു മാർച്ച് മാസം 2-ാം തീയതി മുതൽ. പിന്നെ ഏപ്രിൽ മാസത്തിൽ വന്നപ്പോൾ എൻ്റെ ഫാദറിലോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്തിലല്ല, അൺഎക്സ്പെക്റ്റഡ്ലി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ പെട്ടെന്ന് ആകപ്പാടെ കുഴഞ്ഞു പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നാട്ടിൽ വന്ന സമയത്ത് പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇതിനകത്തുകൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും വലിയൊരു സമാധാനം ഇങ്ങനെ നമ്മളെ ആങ്കർ ചെയ്ത് നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്നുണ്ട്. അതൊന്നും തൊടാതെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവവചനത്തിൻ്റെ ശക്തി, മഹത്വത്തിൻ്റെ പ്രത്യാശ, കൂടെ നിൽക്കുന്ന ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം വഴി നടത്തി. അല്ലെങ്കിൽ തളർന്നു പോയനെ. ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദൈവവചനത്തിൻ്റെ ആ ശക്തി നമ്മളെ തളർത്താതെ നമ്മളെ കരം പിടിച്ചുയർത്തുന്ന ദൈവശക്തി. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു, എൻ്റെ ഫാദറിലോ എൻ്റെ വൈഫിൻ്റെ ഫാദറുമായിട്ട്. അപ്പോൾ തലേദിവസമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നതാണ്. പെട്ടെന്ന് ആൾ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ആ ഗ്യാപ്പ് ഫീൽ ചെയ്യും. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ ഈ മാർച്ച് മാസം, ഏപ്രിൽ മാസം, മെയ് മാസമൊക്കെ വളരെ സ്ട്രഗിൾസിലൂടെ പല കാര്യത്തിലൂടെ കയറി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം തുറക്കുമ്പോൾ ദൈവം വളരെ ശക്തമായ മെസ്സേജുകളാണ് ദൈവം നൽകുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ പ്രയർ റിക്വസ്റ്റുകൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോയൽ 2:25 വചനത്തിലൂടെ ദൈവം പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ ആ സംവത്സരങ്ങളിലെ വിളവുകൾ, നന്മകൾ ഈസ് ഗോണ റീസ്റ്റോർ. അവൻ തിരികെ മടക്കി നൽകും. നമ്മൾ ഭക്ഷിച്ച് തൃപ്തരാകുന്ന തരത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ, പ്രപഞ്ചത്തെ ഒരുക്കിയ, സകലത്തിനെ നിർമ്മിച്ച ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് വിശ്രമിക്കുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ന് നമ്മൾ വിശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ വിഷയങ്ങളെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. എത്ര വലിയ ആൾക്കാരുടെ മുൻപിലാണ് നിങ്ങൾ നിൽക്കേണ്ടി വരുന്നതെങ്കിലും ഒരു കാര്യം തിരിച്ചറിയുക, അവരെക്കാളും വലിയവനായ ഒരു ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഹല്ലേലൂയ. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആർക്കെതിരെ നിൽക്കാൻ പറ്റുന്നേ? ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ടെന്നേ. ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. ഒരു പ്രവചനം ഈശോ എൻ്റെ ഉള്ളിൽ ഇപ്പം നൽകുന്നു. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. യെശയ്യാ 54:17 നമ്മളത് കാണുന്നു. കുരിശിൽ നിനക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് സ്വന്തം ഭൗതിക ശരീരത്തിൽ നിന്നെ അനുരഞ്ജിപ്പിച്ച ദൈവത്തിൻ്റെ ഉള്ളിൽ നീ വിശ്രമിക്കുമ്പോൾ തിരിച്ചറിയുക, നിനക്കെതിരെ ഉണ്ടാക്കിയ ഈ ആയുധം തന്നെ, അല്ലെങ്കിൽ നിന്നെ തകർക്കാൻ വന്ന ഈ സംഭവം തന്നെ നിന്റെ അനുഗ്രഹത്തിന്റെ അടുത്ത പടിയായി, ചവിട്ടുപടിയായി തീരുന്നു. പ്രവചിക്കുന്നു. യേശുവിൻ നാമത്തിൽ പരസ്പരം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് നീ നൽകിയ ഈ ഒരു മെസ്സേജ് ദൈവജനവുമായിരുന്നു പങ്കുവെക്കുമ്പോൾ അത് അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പരസ്പരം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി. ആമേൻ. ഗോഡ് ബ്ലെസ് യു.